Hello, good evening, Makale. Welcome to 90 Plus India's first animated live tuition. Hello, good evening. Good evening, everyone. എന്താണ് പരിപാടി എല്ലാരും? ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്നുണ്ടല്ലോ. എന്താണ് ചായ കുടി കഴിഞ്ഞ എല്ലാരും? എന്താണ് ആൽബന നീ പാമ്പ് ഡാൻസ് കളിക്കുന്ന? ഓക്കെ, ചായ കുടിച്ചോ എല്ലാരും? ചായ കുടിച്ചില്ല? എന്താ അനക്കല്ലാത്ത? ഹലോ കാശിനാഥ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ആദ്യത്തെ ക്ലാസ് അല്ലേ? നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ഇന്ന് ആർക്കും ഒരു അനക്കമില്ലാത്ത? പിന്നെ ഉറപ്പായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എന്താന്ന് പുറകിൽ ആരാന്നോ? ആൻഡ്രിയയുടെ വീട്ടിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് ചൂണ്ടിയതാ. എന്ത് പറയുന്നു? ഓക്കെ, ഇപ്പോ വിശേഷങ്ങളൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു ആർക്കും. അല്ലാത്തപ്പോ അതിന്റെ ഇടയ്ക്കാണ് വിശേഷങ്ങളൊക്കെ. ഇന്ന് ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ടെന്നോ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ട ചാപ്റ്റർ ടെസ്റ്റ് അല്ലയോ? ഇന്നേതാ പുതിയൊരു ചാപ്റ്റർ ടെസ്റ്റ് ഞാൻ അറിയാത്തത്? ഈ ചാപ്റ്റർ പഠിപ്പിച്ച് തീർക്കട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതാ? ചാപ്റ്റർ 11 ആണല്ലേ. എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു പകുതി മുക്കാൽ ഭാഗം നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ വളരെ കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും വായിച്ചു നോക്കിയോ? ഇനി വായിച്ചു നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് മറന്ന് അങ്ങ് പോവാന്നല്ലേ? വല്ലാത്ത മറവിയാണല്ലോ അമ്മച്ചിക്ക്. സാധാരണ പ്രായമായ 10-60 വയസ്സുള്ള അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കൊക്കെയാണ് ഈ ഓർമ്മക്കുറവും ബുദ്ധിക്കുറവൊക്കെ ഉണ്ടാവുക. ഈ പ്രസ്ക വല്യമ്മച്ചിക്ക് നേരത്തെ ഓർമ്മക്കുറവാണല്ലോ. ഓക്കെ, അപ്പോ ഡിസ്ക്രിമിനേഷനിൽ നമ്മൾ കുറച്ചധികം ആൾക്കാരെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരെ പറ്റിയൊക്കെ പഠിച്ചേ? ആരെ പറ്റിയൊക്കെ പഠിച്ചേ? പ്രധാനമായിട്ട് നമ്മൾ ആരെ പറ്റിയൊക്കെ പഠിച്ചു? നെൽസൺ മണ്ടേലയെ കുറിച്ച് പഠിച്ചു. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഒരാളവിടെ പോയിട്ട് കുറച്ച് പ്രക്ഷോഭങ്ങളൊക്കെ മുന്നിൽ നിന്ന് നയിച്ച് അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ നോക്കിയായിരുന്നു. ആരാത്? ആരത്? യെസ്, മഹാത്മാഗാന്ധി. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? അതെ അതെ, അങ്ങനെ തന്നെ വിചാരിച്ചോളൂ ബസ്ക. ഓക്കെ, എന്താണ് എല്ലാരും എന്തൊക്കെ കാര്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു മനുഷ്യ വിശന്നിരിക്കുമ്പോ ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. കണ്ടോ, ദേവനാനന്ദന്റെ തണുത്ത് പോയി. ഞാൻ പറഞ്ഞില്ല, സെക്കൻഡിൽ തണുത്ത് പോയി. അവന് താഴെ നിർത്ത് കഴിക്കുവാണ് നീ. ഗുഡ് മോർണിംഗോ? എല്ലാരും ഗുഡ് മോർണിംഗ്. ഇതെന്താണ് ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ്? സമയം മാറിപ്പോടാ അതിന്റെ. ഓക്കെ, പോട്ടെ. എന്തായാലും നമ്മൾ ബോർവാറിനെ കുറിച്ചൊക്കെ പഠിച്ചു വായിച്ചു നോക്കിയോ? ബോർവാർസ് ഒക്കെ എല്ലാരും വായിച്ചു നോക്കിയോ? ഓക്കെ, ഗാന്ധിജിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് അല്ലെ. ഇപ്പോ മഹാത്മാഗാന്ധി എന്താ സൗത്ത് ആഫ്രിക്കയിൽ ചെന്നത്, വർഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അദ്ദേഹം അവിടെ നടത്തിയ പ്രക്ഷോഭങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലെ. അതൊക്കെ പറഞ്ഞാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ ഫോർമേഷൻ ഓഫ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ് കേട്ടോ. ആ ടെക്സ്റ്റ് ബുക്കിൽ ആ പേജ് ഒക്കെ എടുത്തേ വേഗം. ഹൗ ഈസ് യുവർ ലൈഫ് ഗോയിങ്? ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ കൊട്ട തേങ്ങ. ഞാൻ ലൈഫിനെ കമ്പയർ ചെയ്യുന്ന കൊട്ട തേങ്ങ. ഒരു കയ്യാലം വാർത്തിരിക്കുന്ന കൊട്ട തേങ്ങ. ഒന്നെങ്കിൽ ഇങ്ങോട്ട് വീഴാം, ഒന്നെങ്കിൽ അങ്ങോട്ട് വീഴാം. ഇങ്ങനെ 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 അറ്റത്തിരിക്കുകയാണ്. അതാണ് എന്റെ ലൈഫ്. ബാബുജി, ഓക്കെ ബാബുജി. 172 എടുക്കൂ. 172, 71, 72 ഏതാണത്? എന്താടാ നീ പുലീനെ ഒക്കെ പിടിച്ച് എന്നെ പേടിപ്പിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും പേടിക്കില്ല. ദേവനന്ദ ആരാത് ഹാൻഡ് റൈസ് ഒക്കെ ചെയ്ത് ക്യാമറ ഒന്നും ഓൺ ആക്കാണ്ട് നിൽക്കുന്ന? റയാനും യുവാനും ആണോ? എന്താ മക്കളെ? എന്താടാ? ഒന്നുമില്ലേ? ഞാൻ ഒന്നും എടുത്തിട്ടില്ല.
ഓക്കെ, ഇപ്പൊ ഫോർമേഷൻ ഓഫ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനകത്ത് നോക്കിക്കേ, ദ സൗത്ത് ആഫ്രിക്കൻ പാർട്ടി ലെഡ് ബൈ ദ വൈറ്റ്സ് കെയിം ടു പവർ ഇൻ ദ ഫസ്റ്റ് ഇലക്ഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക became an autonomous territory under the control of Britain. ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ ആരാ ഉണ്ടായിരുന്നേ? ആരായിരുന്നു അവിടെ അധികാരങ്ങളെല്ലാം നടത്തിയിരുന്നേ? ബ്രിട്ടീഷുകാര് അല്ലെ? ബ്രിട്ടീഷുകാരായിരുന്നു അവിടെ അധികാരം കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. ആദ്യമേ സൗത്ത് ആഫ്രിക്കയിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോ സൗത്ത് ആഫ്രിക്കൻ പാർട്ടിയാണ് ആ ഇലക്ഷനും കാര്യങ്ങളും എല്ലാം നയിച്ചിട്ടുള്ളത് കേട്ടോ. അതില് ആരെ എലക്ട് ചെയ്ത് ജയിക്കപ്പെട്ടെന്ന് അറിയോ? ബ്രിട്ടീഷുകാരാണ് ഇലക്ഷന് നിന്ന് ഇലക്ഷൻ ജയിച്ചത് കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ നടന്നിട്ടുള്ള ആ ഇലക്ഷനിൽ ജയിച്ചിട്ടുള്ളത് ആരാ? ബ്രിട്ടീഷുകാർ. ഓക്കെ, അപ്പോ ബ്രിട്ടീഷുകാർ അവരുടെ സ്വന്തം തന്നെ ഒരു ഒരു അധികാര പ്രദേശമായിട്ടൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ പറയണ്ടായി, ഞങ്ങളാണ് ഇവിടെ ഇല്ല, ഞങ്ങൾ തന്നെ നയിക്കത്തുള്ളൂ, വേറെ ആരും ജയിക്കാനൊന്നും പോകുന്നില്ല, ഞങ്ങൾക്കെതിരെ ആർക്കും മത്സരിക്കാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ആര് പറഞ്ഞു? ബ്രിട്ടീഷുകാർ പറയുകയുണ്ടായി. ഓക്കെ, നോക്കിക്കേ, they brought in laws in the housing, administration and industrial sectors which would affect the people. ഈ ബ്രിട്ടീഷുകാരെ ദുഷ്ടന്മാരല്ലയോ അല്ലെ? അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വെക്കുന്ന കാര്യത്തില്, അല്ലെങ്കിൽ ഭരണത്തിന്റെ കാര്യത്തില്, അല്ലെങ്കിൽ മെഷീനുകളുടെ ഇൻഡസ്ട്രിയുടെ കാര്യത്തിലൊക്കെ കുറെ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അതായത് വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ പാടില്ല, സ്ഥലം ഇത്ര പാടുള്ളൂ, അങ്ങനെ കുറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അത് എങ്ങനെയാ ആളുകളെ ബാധിച്ചു? ആളുകളെ വളരെ മോശമായിട്ട് ബാധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എഴുതേണ്ട അച്ഛൻ ഞാൻ പറഞ്ഞു തരാം, ശ്രീലക്ഷ്മി ശ്രീജിത്തെ. ഓക്കെ, and the racial differentiation between the blacks and the white got intensified. ബ്രിട്ടീഷുകാർ ജയിച്ചില്ലേ, അധികാരം മുഴുവൻ അവരുടെ കയ്യിലായില്ലേ, ഓൾറെഡി അവർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കറുത്ത വർഗ്ഗക്കാരെ വെളുത്ത വർഗ്ഗക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേർതിരിവുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അല്ലെ? അങ്ങനെ വേർതിരിവുകളൊക്കെ കാണിക്കുന്നതിന്റെ അളവ് എന്ത് ചെയ്തു? ഇവർ അധികാരത്തിലും കൂടെ കയറി കഴിഞ്ഞപ്പോ അതിന്റെ അളവ് കൂടി എന്നാണ് പറയാം. ഇന്റൻസിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അധികാരത്തിൽ അത് വർദ്ധിച്ചു എന്നാണ് പറയാം. ഓക്കെ, അതിന്റെ അളവ് കൂടി എന്നാണ് അതിന്റെ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ടോട്ടലി എന്റെ ഒപ്പം ഒന്ന് വായിച്ചു നോക്കിയേ. ദ സൗത്ത് ആഫ്രിക്കൻ പാർട്ടി ലെഡ് ബൈ ദ വൈറ്റ്സ്. സൗത്ത് ആഫ്രിക്കൻ പാർട്ടി ആരാ നയിച്ചുകൊണ്ടിരുന്നത്? വൈറ്റ്സ് കേട്ടോ. വൈറ്റ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരാണ്, വെള്ളക്കാരെന്നാണ് പറയാ കേട്ടോ. അവര് ആദ്യത്തെ ഇലക്ഷനിൽ നിൽക്കുകയും സൗത്ത് ആഫ്രിക്ക അവരുടെ കൈക്കലിലാക്കുകയും ചെയ്തു. അധികാരം കംപ്ലീറ്റ്ലി ബ്രിട്ടൻ സ്വന്തമാക്കുകയാണ്, ബ്രിട്ടീഷുകാരെ സ്വന്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വീട് വെക്കുന്ന കാര്യത്തിലായാലും ഭരണത്തിന്റെ കാര്യത്തിലായാലും ഇൻഡസ്ട്രീസിന്റെ കേസിലായാലും അവർ കുറെ പുതിയ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നു. അത് ആളുകളെ വളരെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പറയുന്ന റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, കളറിന്റെ പേരിലുള്ള തരംതിരിവ്, ബ്ലാക്ക് വൈറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കളറിന്റെ പേരിൽ തരംതിരിക്കുന്ന അവസ്ഥ വളരെയധികം കൂടുകയും ചെയ്തു. ഓക്കെ, എന്താണ് ദേവാനന്ദ് കേൾക്കുന്നില്ലാത്ത? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ആർക്കെങ്കിലും വേറെ കേൾക്കാത്തുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ മക്കളെ? ആൽഫൻ, കിഷൻ, അമയ കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ദേവാനന്ദ് ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കയറി നോക്കിക്കേ. ആരോട് അന്വേഷണം കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടൊന്ന് കയറി നോക്കൂ കേട്ടോ. ഓക്കെ, ഓഡിബിൾ ആണ്. ഓക്കേടാ, ശരി. ഓക്കെ, അനസിന് എന്നും പ്രശ്നമാണല്ലോ. ഒരു ക്ലാസ്സിലെങ്കിലും നീ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാണ്ടിരിക്കോ? എന്താ പ്രശ്നം? എന്നും എല്ലാവർക്കും ഈ റേഞ്ച് ഇഷ്യൂ ഉള്ളത് എന്നും ഒരേ ആൾക്കാർക്കാ. അനസ്, നന്ദകിഷോർ, പറ അനസ്. ചെക്ക് കാണുന്നില്ല. എന്താടാ ഗായ്സ്, ഇവൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ട് സ്റ്റക്കാണെന്ന്? എന്റെ പൊന്നു കുഞ്ഞ, നിനക്ക് എന്നും ഇങ്ങനെ തന്നെയല്ല. നീ ഏതെങ്കിലും ഒരു റേഞ്ച് ഉള്ള ഒരു സ്ഥലത്ത് പോയിരിക്കേ. നീ എല്ലാ ക്ലാസ്സിലും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഏതെങ്കിലും ഒരു റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയിരിക്കും കേട്ടാ. ഇങ്ങനെ റേഞ്ച് ഇഷ്യൂ, നെറ്റ് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലാസ് ടീച്ചറിനെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, വാട്ട്സ് യുവർ പ്രോബ്ലം മാൻ? എന്താന്ന്? മൂന്നാമത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് റേഷ്യൽ ഡിഫറൻസിയേഷൻ. ഓട്ടോണമസ് ആണോ ഉദ്ദേശിക്കുന്നത്? ഓട്ടോണമസ് എന്താ?
കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ മീനിങ് പറഞ്ഞു തന്നിട്ടുള്ളതാ. എന്താ ഓട്ടോണമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ? വിവേചന, സ്വയം ഭരണം. കഴിഞ്ഞ ക്ലാസ്സിൽ 2 പേര് അതേ വേർഡ് ചോദിച്ചിട്ട് എഴുതി വെക്കുന്ന തന്നെയല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്സിൽ കയറ്, ചുമ്മാ എങ്ങനെ ഇരിക്കുക, ശ്രദ്ധിക്കാന്ന് പറയുന്ന പരിപാടികളേ ഇല്ല. കാല് പിടിച്ചു വന്നോന്നോ? AB സാർ എന്താ കാല് പിടിച്ചു വന്നു എന്നൊക്കെ പറയണേ? കളി പിടിച്ചു വന്നു എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല നിവേദ്യ. സ്കൂളിൽ ടെക്സ്റ്റ്, ഇവിടെ ഇങ്ങനെ ഹാൻഡ് റൈസുകളുടെ ബഹളല്ലേ അൽത്ത. ഞാൻ എന്ത് ചെയ്യാനാ? ഇത് തീർക്കണ്ടേ എനിക്ക്. വായിച്ചു കഴിഞ്ഞോ എല്ലാരും? വായിച്ചു കഴിഞ്ഞോ? അബ്ദുള്ള സാർ കലിപ്പിലായിരുന്നു. നല്ല കാര്യം. ആരെങ്കിലും ഒക്കെ കലിപ്പിലാവണല്ലോ. നിങ്ങൾക്ക് ഒരു ചെറിയ പേടിയെങ്കിലും വേണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലേ കയറി മാന്തലല്ലേ. എന്നെ കാണുന്നുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്താ മേ ബി കാണുന്നുണ്ടാവും. ഈ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നവർക്ക് കമന്റ് ബോക്സിൽ എന്താ ഇഷ്യൂ എന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ അത് അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കാം. ഫുൾ 1 hour ഓഫ് ആംഗ്രി ആയിരുന്നു. നല്ല കാര്യം. ജോയൽ ജോഷുവ കാണുന്നില്ല കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ആരെങ്കിലും വായിക്കാത്തുണ്ടോ? അപ്പോ സൗത്ത് ആഫ്രിക്കൻ പാർട്ടി ആരാ നയിച്ചിരുന്നേ? വൈറ്റ്സ്, വെള്ളക്കാരായിരുന്നു നയിച്ചിരുന്നത്. അവർ ആദ്യത്തെ ഇലക്ഷന് ജയിച്ചു. അവർ അധികാരത്തിൽ വന്നു. അവരെന്ത് ചെയ്തു? വീട് വെക്കുന്ന കാര്യത്തിലായാലും അധികാരത്തിന്റെ കാര്യത്തിലായാലും ഇൻഡസ്ട്രികളുടെ കാര്യത്തിലായാലും പുതിയ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നു. ഇതെല്ലാം ആർക്ക് ദോഷകരമായിരുന്നു? ആളുകൾക്ക് ദോഷകരമായിരുന്നു അല്ലെ? അപ്പോ ഇവര് കളറിന്റെ പേരിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വളരെയധികം കൂടുകയും ചെയ്തു. ആരധികാരത്തിൽ വന്നപ്പോഴാ? വൈറ്റ്സ് അധികാരത്തിൽ വന്നപ്പോഴാണ് കേട്ടോ. എന്റെ ഷാഫിയെ ഒരു ക്ലാസ്സിലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ്സിന്റെ മീനിങ് ഷാഫിയെ ചോദിക്കില്ല. 3ാമത്തെ ക്ലാസ് ഈ ചാപ്റ്ററിന്റെ. എന്താ വൈറ്റ്സ് മക്കളെ? ആരാ വൈറ്റ്സ്? ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു ആരാ വൈറ്റ്സ് എന്നുള്ളതെന്ന്. 2-3 തവണ പറഞ്ഞു. ബ്രിട്ടീഷുകാര് കേട്ടോ. ഒരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെ? നല്ല കാര്യം. എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ദേഷ്യം വരിക. നിങ്ങൾ ഒരു ക്ലാസ്സിലും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു സൂചനകളായത്. എന്താ വൈറ്റ്സിന്റെ മീനിങ് എന്ന് ഇപ്പൊ ജസ്റ്റ് ഈ പറഞ്ഞ 5 മിനിറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആരാ വൈറ്റ്സ് എന്നുള്ളത് മനസ്സിലായത്. ഓക്കെ, വായിച്ചു കഴിഞ്ഞു. ഇനി ആരെങ്കിലും വായിക്കാത്തുണ്ടോ? ജനീറ്റെ വായിക്കുന്നുണ്ടോ? വായിക്കുന്നില്ലേ? ജനീറ്റ ഫെബിൻ അനങ്ങുന്നില്ല. ഓക്കെ, ശരി. ഓക്കെ, പീപ്പിൾ വെയർ ഡിനൈഡ് ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ആളുകൾക്ക് മൂവ്മെന്റ്, എന്താ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുറത്തോട്ട് പോകാനൊക്കെയുള്ള ആ ഒരു അവകാശം കാര്യങ്ങളും ഒക്കെ ആര് നിഷേധിച്ചു? ബ്രിട്ടൻ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആളുകൾക്ക് മൂവ്മെന്റിനുള്ള റൈറ്റ്സ് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ആര് ഡിനൈ ചെയ്തു? ബ്രിട്ടീഷുകാര് ഡിനൈ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചേ. ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആൻഡ് ദ ഫ്രീഡം റൈറ്റ് ടു എഡ്യൂക്കേഷൻ കേട്ടോ. സഞ്ചരിക്കാനുള്ള അവകാശവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും എന്ത് ചെയ്തു? അവര് അവർക്ക് മൂവ് ചെയ്യാൻ അങ്ങനെയല്ലടാ, സഞ്ചരിക്കാനായിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുക, അങ്ങനെയുള്ള അവകാശങ്ങളാണ് മൂവ്മെന്റ് എന്ന് പറയണ്ട. അല്ലാതെ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ ഇരിക്കാവുള്ളൂ, ഇങ്ങനെ എന്ന് പറയുന്ന നിയമം അല്ലാതെ കേട്ടോ. പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു സാധനമാണ്. സഞ്ചരിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാത്തൊക്കെയാണ് കേട്ടോ. ഓക്കെ. And the organization, the African Native National Congress, formed to protect the rights of Africa. ഇത് അവിടെ നിന്ന് എഴുതി വെച്ചേ. The African Native National Congress formed to protect the rights of people of Africa. ആഫ്രിക്കയിലെ ആളുകളുടെ അവകാശങ്ങള് സംരക്ഷിക്കുവാനായിട്ട് ഒരു കോൺഗ്രസ് ഫോം ചെയ്തു. അതിന്റെ പേരെന്താ? ദ ആഫ്രിക്കൻ നേറ്റീവ് കോൺഗ്രസ്, നാഷണൽ കോൺഗ്രസ് കേട്ടോ. അത് ആഫ്രിക്കയിലുള്ള ആളുകളുടെ അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അതിന് നമ്മൾ ഷോർട്ട് ഫോമിൽ എന്ത് വിളിക്കും? ANC. അതാണ് നമ്മള് ഇതിന് ഷോർട്ട് ഫോം ആയിട്ട് പറയാം കേട്ടോ. ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ്. ഓക്കെ,
and was later came to be known as the African National Congress. പിന്നീട് അത് എന്തായിട്ട് മാറി? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ അണ്ടർലൈൻ ചെയ്തേക്കണ ഏതെന്നാണ് കേട്ടോ, ഈ ആദ്യത്തെ 2 പാരഗ്രാഫുകൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ബുക്കിലോട്ട് എഴുതേണ്ടതാണ്. വേഗം വേഗം എഴുതിക്കോളൂ കേട്ടോ. കഴിച്ചിട്ടുണ്ടോ ഐഷ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സെല്ലമോളെ ക്യാമറ ഓൺ ചെയ്യണം കേട്ടോ. ആഷ്ന ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചിരിച്ചോണ്ടിരുന്നാ മാത്രം പോരാട്ടോ, ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. Okay, and the leaders of African National Congress devised several means of struggle to build a discrimination free South Africa. ഈ പറയുന്ന ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അതായത് കുറെ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധങ്ങളും വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആളുകളെ നിറത്തിന്റെ പേരിൽ ഇങ്ങനെ തരംതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയാം. അപ്പൊ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ANC ഓക്കെ, ആദ്യം അത് എന്തെന്ന് അറിയപ്പെട്ടിരുന്നത്? ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് എന്തായിട്ട് മാറി? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് മാറുകയുമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു, അതുപോലെ തന്നെ എന്താ എഡ്യൂക്കേഷനുള്ള അവകാശവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. ആ ഓർഗനൈസേഷൻ ആണ് ഇത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ എന്താ അത് പിന്നീട് എന്തായിട്ട് മാറി? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് മാറി. ഓക്കെ, ആയിക്കോട്ടെടാ ജോയല്ലേ, പ്രശ്നമില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് മക്കളെ. ക്യാമറ ഓൺ ചെയ്യണേ. ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്ന എല്ലാം ക്യാമറ ഓൺ ചെയ്ത് വെച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ച് ക്ലാസ്സിന് പുറത്താക്കുള്ളൂ. ഷോണും ഷാനൊക്കെ എഴുതുന്നുണ്ടോ? ഓടുക ക്യാമറ എന്നപ്പത്തേനും. രണ്ടുപേരെയും കാണാൻ പറ്റുന്ന രീതിയിൽ ആ ഫോൺ എവിടെയെങ്കിലും വെച്ചേ. ക്യാമറ ഓൺ ആക്കാൻ പറ്റത്തില്ല ജോയൽ ജോഷിക്ക്, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാൻ പറ്റത്തില്ല. എടാ ഷോണെ ഷാനെ, നിങ്ങക്ക് കാര്യം മനസ്സിലായില്ലേ പറഞ്ഞത്? ക്യാമറ രണ്ടുപേരെയും കാണാവുന്ന രീതിയിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ, ഇപ്പൊ തന്നെ. എഴുതി കഴിഞ്ഞിട്ട് വേഗം ഒന്ന് പറയണേ. ഒരു 2 മിനിറ്റ്സും കൂടെ തരാം, പെട്ടെന്ന് എഴുതിക്കോ കേട്ടോ. ഇനി എഴുതി കഴിയാത്ത ആൾക്കാർക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. എഴുതി കഴിയാത്ത ആൾക്കാര് കൈ അവിടെ പൊന്തിച്ചു പിടിക്കാനല്ല പറഞ്ഞത്, ഹാൻഡ് റൈസിൽ ക്ലിക്ക് ചെയ്യാനാ പറഞ്ഞത്. സംപ്രീത, എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കാലത്ത് എഴുതി തീർത്തോണം എന്നുള്ളത്. നീ പേജ് നമ്പർ കണ്ടുപിടിക്കാതില്ലേ? ഈ മിഥുന ചേച്ചി എന്നും ഇങ്ങനെ ഇരുന്ന് പതുക്കെ പതുക്കെ എഴുതിക്കൊണ്ടിരിക്കാറുള്ളത്. എന്താ ചേച്ചി ഇത്? പെട്ടെന്ന് ഇരിക്കുക. എന്നും സ്ഥിരമുള്ള ആൾക്കാരാണ് ഇന്നിവിടെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. നിരഞ്ജന മാഡം, എങ്ങനെയുണ്ട് കാലിന്റെ അവസ്ഥകളൊക്കെ? കാല് മുക്കി കാണിക്കുന്നു. പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുകയാണല്ലേ, നല്ല സുഖം ഉണ്ടാവുമല്ലോ. സ്കൂളിൽ പോണ്ട, ഫുൾ ടൈം ഫുഡൊക്കെ അടിച്ച് TV ഒക്കെ കണ്ട് ഫോണിലൊക്കെ പണിത് ഇങ്ങനെ ഇരിക്കാം അല്ലേ? പഠിക്കണം അല്ലേ? പഠിച്ചോ. വേഗം വേഗം എഴുതിക്കുക. ദേവപ്രയാഗേ സ്പീഡാക്കിയേ. സഫ ഫാത്തിമ, എന്താ അത്? ഈ കൂട്ടത്തിൽ വരാത്ത ആണല്ലോ താങ്കൾ, പെട്ടെന്ന് എഴുതിക്കേ. ജനീറമാനെ ഞാൻ ഓടിക്കും കേട്ടോ, എന്നെടുത്താലും ഇവൾ ഇങ്ങനെ ഇരിക്കുക ഏതാണ്ട്. സ്പീഡാക്കി. ധ്രുവേ, എന്താണ് ഇവിടെ?
വേഗം എഴുതിക്കടാ. ഹാൻഡ് റൈസ് ഇട്ടിരിക്ക അവിടെ. വേഗം എഴുതി, വേഗം എഴുതി, എന്നിട്ട് ഹാൻഡ് ഓൺ ചെയ്തു. ജോൺ ജോഷുവ പറഞ്ഞേ എന്താ? ആരെയും കാണുന്നില്ലടാ, ഒരു പുക മാത്രമേ ഉള്ളൂ അവിടെ. ഒരു ബ്ലാക്ക് സ്ക്രീൻ മാത്രമേ എനിക്ക് അവിടെ കാണുന്നുള്ളൂ. ആ ഫോൺ ഒന്ന് കടയിൽ കൊണ്ട് കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതാണേലും അത് എന്താണെങ്കിലും അത് കടയിൽ കൊണ്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും. നീ സെറ്റിങ്സ് എടുത്തേ, ലാപ്പിന്റെ സെറ്റിങ്സ് എടുത്തേ, ലാപ്പിന്റെ സെറ്റിങ്സ് എടുത്തേ. ആ എന്നിട്ട് പെർമിഷൻസ് നോക്കിക്കതിനകത്ത്. ആണോ? ആ പെർമിഷൻസ് എടുത്തിട്ട് അതിനകത്ത് ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്ന പെർമിഷൻ എല്ലാം ഓൺ ആണോ നോക്കുക കേട്ടോ. ശരി ശരി, മ്യൂട്ട് ചെയ്തോളാവോ? ആ കാശിനാഥ്, ഞാൻ അറിഞ്ഞോളാം. കഴിഞ്ഞില്ലടാ. നദാനിയ, സഫ ഫാത്തിമ, ദേവപ്രയാ, നിങ്ങൾ മൂന്നുപേരും കൂടെ ഉള്ളു. വേഗം നയിക്ക്. ഏഞ്ചലേ, വടി എടുക്കണോ ഞാൻ? ആദിലേ, ഇത് വേറെ നിനക്ക് പേജ് നമ്പർ കിട്ടിയില്ലയോ? അനസ, നീ എഴുതണ്ട, നീ കൈ വെച്ചിരുന്നോ? നീ അവിടെ എഴുതണ്ട, അടങ്ങി നീ. നിന്റെ ആ ഒടിഞ്ഞ കൈ വെച്ച് നീ എങ്ങനെ എഴുതാനാ? ഇതുവരെ നിനക്ക് പേജ് നമ്പർ കിട്ടിയില്ലേ കുഞ്ഞെ? നല്ല കാര്യം. ആ പേജ് നമ്പർ ആരെങ്കിലും ഒന്ന് പറയോ? 172ടാ. ആ പറ. ഇവനെ ഞാൻ ഓടിക്കും കേട്ടോ. നീ എന്നും ഇതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നല്ലയോ? എന്തുവാടാ ഇത്, ഗ്യാരേജോ? നീ ഓടിക്ക്. ഞാനിതേ 2 സ്ലൈഡ് പഠിപ്പിക്കാനല്ല വന്നേക്കുന്നത്, ബാക്കി പഠിപ്പിക്കട്ടെ. കഴിയാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. എന്നെ വരച്ചോ സ്ക്രീനില്, അപ്പത്തേനായിക്കോളൂ. ആ ജനീറമ എഴുതി കഴിഞ്ഞു. ഈശ്വരാ, എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഇവിടെ. ഓക്കെ, അടുത്ത നോക്കിക്കേ. ലോസ് ആൻഡ് കോൺസിക്വൻസസ്. ലോസ് എന്തൊക്കെയാ? നിയമങ്ങള്. ഓരോ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കോൺസിക്വൻസസ്, അതിനോടനുബന്ധിച്ച് വരുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാം. ഓക്കെ, ആദ്യത്തെ ലോ എന്താ? ദ മൈൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻ ആക്ട്. മൈൻസ് എന്താ? നമ്മൾ ഓൾറെഡി പിക്ചറൊക്കെ കണ്ട് എന്താ മൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഗോൾഡ് മൈൻഡ് കാര്യം, അങ്ങനെയുള്ള മൈൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്. അപ്പോ മൈൻസിനും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള മൈൻസ് ആൻഡ് റെഗുലേഷൻ ആക്ട് ആണ്, വർക്കേഴ്സ് റെഗുലേഷൻ ആക്ട് ആണ് കേട്ടോ. ആ നിയമത്തിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിൽഡ് വർക്കേഴ്സ് വെർ റിസർവ്ഡ് ഓൺലി ഫോർ ദ വൈറ്റ്സ്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള, നന്നായിട്ട് അവിടെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? നല്ല ക്ലിയർ കട്ടായിട്ട് അടിപൊളിയായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാർ ആർക്ക് വേണ്ടിയിട്ട് മാത്രമേ പണിയെടുക്കാൻ പാടുള്ളൂ? വൈറ്റ്സിന് വേണ്ടിയിട്ട്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് മാത്രമേ പണിയെടുക്കാൻ പാടുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യൂടാ? ഈ സ്കില്ലൊന്നും ഇല്ലാത്ത സാധാരണക്കാരെന്ത് ചെയ്യും? അവരാണ് നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഈ സ്കിൽഡായിട്ടുള്ള, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ആർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം? വൈറ്റ്സിന് വേണ്ടിയിട്ട്, എന്താ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നാണ് പറയാം. ഇങ്ങനെ ഒരു കോളം ടെക്സ്റ്റിൽ ഇല്ലേ ആവോ? ഇല്ലേ? എഴുതണോ എന്ന് ചോദിക്കുന്നു. ആ ടെക്സ്റ്റിൽ അവിടെ അങ്ങ് ടിക്കറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ്. എനിക്കോ അതുപോലെ തന്നെ നേറ്റീവ്സ് ലാൻഡ് ആക്ട്. നേറ്റീവ്സ് ആരാ? അവിടുത്തെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളിപ്പോ എവിടെ നിന്നുള്ളതാണ്, അതാണ് നമ്മുടെ നേറ്റീവ് കേട്ടോ. ഓക്കെ, അവിടെ ഇപ്പൊ ആഫ്രിക്കൻസ് ആണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കൻസ് പറയുന്നത് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. നേറ്റീവ്സ് ലാൻഡ് ആക്ട്, നേറ്റീവ്സിലുള്ള അവിടെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ലാൻഡ് ആക്ടിനെ പറ്റിയാണ് പറയുന്നത്. ദ ബ്ലാക്സ് വെർ അലോക്കേറ്റഡ് സ്പെഷ്യൽ ഏരിയാസ് കോൾഡ് റിസർവ്സ്. ബ്ലാക്ക് കളറിലുള്ള, കറുത്ത വർഗത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. അവർ അവിടേക്ക് താമസിക്കാൻ പാടുള്ളൂ എന്ന്, അവിടേക്ക് താമസിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിസർവുകൾ എന്ന് വിളിക്കാം. ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് മാത്രം ബ്രിട്ടീഷുകാർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ റിസർവുകൾ എന്ന് വിളിക്കുക. ആൻഡ് വെർ നോട്ട് അലൗഡ് ടു പർച്ചേസ് ലാൻഡ് ഇൻ അനദർ ഏരിയാസ്.
റിസർവുകളിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലാൻഡ് മേടിച്ച് താമസിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി ലാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും, ദുശാലാവും. അവരുടെ കാര്യത്തിലൊക്കെ കംപ്ലീറ്റ് ഒരു തീരുമാനമാകും. അവർക്ക് എന്ത് ചെയ്യാനേ പാടുള്ളൂ, റിസർവുകളിൽ സ്ഥലം വാങ്ങിച്ച് അവിടെ തന്നെ താമസിക്കാനേ അവർക്ക് പറ്റുള്ളൂ. റിസർവുകളാണ് ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള സ്ഥലം കേട്ടോ. അവർക്ക് പുറത്തോട്ട് പോയിട്ട് സ്ഥലം ഒന്നും വാങ്ങിച്ച് താമസിക്കാനൊന്നും പറ്റില്ല. അത് ആ നിയമത്തിന് എതിരായതുകൊണ്ട് തന്നെ അവർ മേടിച്ച് താമസിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരെ ജയിലിൽ പിടിച്ചിടും, അല്ലാന്നുണ്ടെങ്കിൽ കൊന്നുകളയും. അതായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ മൂന്നാമത് എന്താ നോക്കിയേ, ദ നേറ്റീവ്സ് ആക്ട്, അതായത് അർബൻ ഏരിയാസ് കേട്ടോ. ബ്ലാക്സ് വെർ റെസ്ട്രിക്റ്റഡ് ഫ്രം എന്ററിംഗ് സിറ്റീസ്. ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എവിടെ എൻ്റർ ചെയ്യാൻ പാടില്ല, സിറ്റികളിലേക്ക് അവർ കയറാനേ പാടില്ല. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും അവർക്ക് ഒരു തീരുമാനമാകും. ഇപ്പൊ പാവം പിടിച്ച മനുഷ്യരല്ലേ, ആകെ എവിടെ മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ, റിസർവുകളിൽ മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ, സിറ്റികളിലോട്ട് കയറാനും പാടില്ല. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും, അവിടെ തന്നെ കിടക്കുക എന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ആ പാവങ്ങള് അവർക്ക് വേണ്ടിയിട്ട് നമ്മള് എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ നടത്തി എന്നുള്ളതൊക്കെ ടോട്ടലി നമ്മളിപ്പോ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ആ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. നന്നായിട്ട് വായിച്ചു നോക്കിക്കോണം. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട്. എന്താണ് സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട്? വോട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, അതായത് നമുക്കിപ്പോ 18 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോവാന്നൊക്കെ അറിയാവല്ലോ അല്ലെ? നിങ്ങൾക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാന്നൊക്കെ അറിയാലോ അല്ലെ? ഇല്ല, അങ്ങനെ ഒരു സാധനം ഞങ്ങൾക്ക് അറിയില്ല. ആർക്കും അറിയില്ല അല്ലെ? നിങ്ങൾ ആർക്കും വോട്ട് ചെയ്യേണ്ട പ്രായം എത്രയാണെന്ന് അറിയത്തില്ലായിരിക്കും. എന്താണ് മോനെ ധ്രുവേ, വേഗം പറഞ്ഞു. റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കുകൾക്ക് വേണ്ടിയിട്ട് മാത്രം റിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ പറയാം. ഓക്കെ, ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവിടെ താമസിക്കാൻ പാടുള്ളൂ. അവർക്ക് വേറെ സ്ഥലങ്ങളൊന്നും വാങ്ങിക്കാൻ പാടില്ല. അവർക്ക് സിറ്റികളിലോട്ട് എൻ്റർ ചെയ്യാനും പാടില്ല. ഇതെല്ലാം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളാണ് കേട്ടോ. 18 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാടാ കേട്ടോ. 18 വയസ്സായിക്കോട്ടെ, വോട്ടേഴ്സ് ID ഒക്കെ കിട്ടും. കുറച്ച് നാളും കൂടെ കാത്തിരിക്കൂ കേട്ടോ. ഓക്കെ, ലാസ്റ്റ് നോക്കിയേ, ബ്ലാക്സ് were removed from the general voter list. ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ അവകാശമില്ലായിരുന്നു, വോട്ട് ചെയ്യാൻ അവകാശമില്ലായിരുന്നു. അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി, കംപ്ലീറ്റ്ലി അവരെടുത്ത് വെളിയിലോട്ട് കളയുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് എവിടെ, വൈറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. ബ്ലാക്ക് കളേർഡിലുള്ള ആൾക്കാർക്ക് താമസിക്കുവാനായിട്ട് റിസർവുകൾ ഏർപ്പെടുത്തിയിരുന്നു. ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആൾക്കാർ സിറ്റികളിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. അവരെ ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തു. ഓക്കെ കേട്ടോ. അപ്പൊ 4 നിയമങ്ങളും കോൺസിക്വൻസസും ഒന്ന് വായിച്ചു നോക്കിക്കേ. ഓരോ നിയമങ്ങളും അതിന്റെ കോൺസിക്വൻസസും ടെക്സ്റ്റിൽ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ആഗ്നസ് ലിസൺ ഉണ്ടോ അവിടെ? ആഗ്നസ്, ആഗ്നസേ, ഓർക്കൊക്കെ കഴിഞ്ഞോ? ഞാൻ താരാട്ട് പാട്ട് വല്ലതും ആണോ പാടിത്തരുന്നേ? ഉണ്ണിവാവ പാടാം. കുറച്ചുകൂടെ സെറ്റപ്പ് ആയിട്ട് അവിടെ കിടന്നുറങ്ങാം. എന്തേ വയ്യേ? അൺമ്യൂട്ട് ചെയ്തേ. എന്താ സരിത ടീച്ചർ വിളിച്ചപ്പോ കോള് കട്ടാക്കിയ? ക്ലാസ് കേൾക്കാനായിരുന്നു. അവിടെ കിടന്ന് ഉറങ്ങിയതോ അപ്പോ? അതെ, ഞാനിവിടെ ക്ലാസ് എടുക്കുന്നു. എനിക്ക് എല്ലാവരെയും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അവിടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് അവിടെ 2 ടീച്ചേഴ്സ് ഉണ്ട്. രേഷ്മ ടീച്ചറും ഉണ്ട്, സരിത ടീച്ചറും ഉണ്ട്. അവർ ഓരോരുത്തരും എന്തൊക്കെയാ ചെയ്യണേന്നുള്ള വലിയ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എപ്പോഴും. അതുകൂടെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഈ പറയുന്ന കുസൃതികളൊക്കെ കാണിക്കാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇത് കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് നോട്ട് എഴുതിയാൽ മാത്രം മതി. ആകെ ഒരു 1 അവർ മാത്രമേ ഉള്ളൂ. ആ 1 അവറിൽ നിങ്ങൾ ഇങ്ങനെ ഓരോരോ കുരുത്തരക്കേട് കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകാൻ മാത്രമേ കാര്യമുള്ളൂ കേട്ടോ. അപ്പൊ ബാക്കിയുള്ളവർക്ക് ആകെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്.
അവർക്ക് പഠിക്കാനുള്ള അവസരം കൂടെ നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത്. ഈ വഴക്ക് പറയാൻ പോകുന്ന സമയത്ത് ആ പഠിക്കുന്ന പിള്ളേർക്കും കൂടെ ഇല്ലാതാക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ മേലാൽ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങരുത്. ഓക്കെ, ഞാൻ ആ പാഠം മുഴുവൻ ഞാൻ ഇരുത്തി എഴുതിക്കേണ്ട ഒരു തവണ. ഞാൻ സാധാരണ അങ്ങനെ സ്കൂളിലൊക്കെ കൊടുക്കാറ്, അതുപോലെ ഞാൻ തരാം ഇനിയിപ്പോ. ഓക്കെ, വായിച്ചോ എല്ലാരും? വായിച്ചോ? വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അമ്മയ്ക്കൊക്കെ ബോറടിക്കുന്നുണ്ട് തോന്നുന്നു. എന്താ അമ്മ, ഞാൻ ബോറടിക്കണ്ട? ഏയ് ഷഫി എന്താ മോളെ? ആ വെള്ളക്കാരെന്നാണോ ഉദ്ദേശിച്ചത്? വെള്ളക്കാരെന്നാണോ ടീച്ചർ പറഞ്ഞേ? ആ അത് തന്നെ പറയുന്നേ, വെള്ളക്കാരെന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ തന്നെയാണ് കേട്ടോ. ഓക്കെ, വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ആൾക്കാര്, അതാണ് മെയിൻലി അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വായിച്ചു കഴിഞ്ഞല്ലോ അല്ലെ? കാശിനാഥേ സെല്ല വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സൈഡിൽ ടിക്കറ്റ് വെക്കുക, ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നെൽസൺ മണ്ടേല. നമ്മൾ നെൽസൺ മണ്ടേലയുടെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നെൽസൺ മണ്ടേല വാസ് ബോൺ ഓൺ 18 ജൂലൈ 1918. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എന്നാ ജനിച്ചത്? 1918 ജൂലൈ 18-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. എവിടെയാ? ഇൻ ദ തേംബ് റോയൽ ഫാമിലി ഇൻ ട്രാൻസ്കി പ്രൊവിൻസസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലുള്ള റോയൽ ഫാമിലി, രാജകുടുംബമാണ് കേട്ടോ. രാജകുടുംബമായിട്ടുള്ള തേംബ് റോയൽ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് എന്താ? നെൽസൺ മണ്ടേല എന്നൊന്നും അല്ല കേട്ടോ. ശരിക്കുള്ള പേര് എന്താ? ഹിസ് നെയിം വാസ് റോളിംഗ് ലാഹ. ലൈക്ക് ലാ എന്നൊരു പ്രൊനൗൺസിയേഷൻ ഉണ്ട് കേട്ടോ. റോളിംഗ്, അത് അവിടുന്ന് ലാസ്റ്റ് ഒരു ലാ പ്രൊനൗൺസിയേഷൻസ് കൂടെ ഉണ്ട്. ഓക്കെ, ഓക്കെ. പ്രസ്ക പറഞ്ഞേ, എന്താ പെട്ടെന്ന് പറഞ്ഞോ? ഏതാടാ? ആ യൂറോപ്യൻ കൺട്രീസ് ആണത്. ആ പറഞ്ഞോ. ആ ആ വെള്ളക്കാരെന്ന് പറയുമ്പോൾ മെയിൻലി ആ ഒരു പീരീഡ് ഓഫ് ടൈമില് ഇവിടെ ഉണ്ടായിരുന്നത്, ഇത് കൈക്കലാക്കിയിട്ടുള്ളതെല്ലാം ബ്രിട്ടീഷുകാരാണ്. അപ്പൊ അവരെയാണ് നമ്മൾ ടോട്ടലി വൈറ്റ്സ് എന്ന് പറയാം. അപ്പൊ വന്നവരെല്ലാം ഡച്ച് ആയാലും പോർച്ചുഗീസ് ആയാലും ഇവരെല്ലാം വൈറ്റ്സ് കാറ്റഗറി തന്നെയാണ്. ഏതാ മക്കളെ? കേട്ടില്ല, ഒന്നുകൂടെ പറയോ? ആ ആ ബാധകമാണ്. ഈ സെയിം പീരീഡ് ഓഫ് ടൈമില് എല്ലാവരും കൂടി ഇല്ലായിരുന്നു. അതായത് ആദ്യം വന്ന പോർച്ചുഗീസുകാരാ, അവർ പോയി കഴിഞ്ഞപ്പോ ഡച്ചുകാർ വന്നു, ഡച്ചുകാർ കഴിഞ്ഞിട്ട് പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. നമ്മൾ ആ നൂറ്റാണ്ടുകൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഓരോ നൂറ്റാണ്ടുകൾ അനുസരിച്ച് വന്ന ആൾക്കാര്. അപ്പൊ ആ ഒരു നൂറ്റാണ്ടുകാരിലുള്ള ആൾക്കാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്കാരാ. മറ്റവർ ആ ഒരേ സമയത്ത് ഇവര് ഒരുമിച്ചില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കിക്കേ, 18 ജൂലൈ 1918 ആര് ജനിച്ചിട്ടുള്ളത്? നെൽസൺ മണ്ടേല ജനിച്ചിട്ടുള്ളത് തേംബ് റോയൽ ഫാമിലിയിലാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്കി പ്രൊവിൻസസിലുള്ള തേംബ് റോയൽ ഫാമിലിയിലാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? റോളിംഗ് റഹ്ല എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് ഹിസ് ഫാദർ വാസ് ഗാട്ല ഹെൻറി മണ്ടേല. എന്താ ഫാദറിന്റെ പേര്? ഗാട്ല ഹെൻറി മണ്ടേല. ആൻഡ് ദ ഹെഡ് ഓഫ് മഡിബ ക്ലാൻ ആൻഡ് മദർ നോസ് കെന്നി ഫാനി. മദറിന്റെ പേരെന്താ? നോസ് കെന്നി ഫാനി. അറിയില്ല വായിക്കാനെന്നുണ്ടെങ്കിൽ പറയുമ്പോ അത് കേട്ടിരുന്നിട്ട് ഒപ്പം ഒന്ന് വായിച്ചു നോക്കി കരുതി യാതൊരുവിധ പ്രശ്നമില്ല. എന്താ അച്ഛന്റെ പേര്? ഗാഡ്ല ഹെൻറി മണ്ടേല. എന്താ? ഗാഡ്ല. ഓക്കെ, ഗാഡ്ല ഹെൻറി മണ്ടേല. മണ്ടേല ഓക്കെ ആണല്ലോ?
മണ്ടേല കേട്ടോ. ഗാഡ്ല ഹെൻറി മണ്ടേല. മദറിന്റെ പേര് നോസ് കെന്നി, പിന്നെന്താ ഫന്നി. ഓക്കെ, ഫണ്ണി എന്ന് ഓർത്തത്, ഫന്നി എന്നാണ് കേട്ടോ, ഫന്നി. നോസ് കെന്നി ഫന്നി. ആൻഡ് ആഫ്റ്റർ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മളൊക്കെ ഇപ്പൊ പ്രൈമറി എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ? നിങ്ങളെല്ലാം അപ്പർ പ്രൈമറിയിലുള്ള പിള്ളേരാണ്. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ ചെയ്തതിനു ശേഷം he got educated in South African tribal heritage and culture and later passed the degree in law. അദ്ദേഹം ആരായിരുന്നു? ഒരു വക്കീലായിരുന്നു കേട്ടോ. ഓക്കെ, ഇപ്പോ ലോ കോളേജിൽ പോയിട്ട് ലോ എല്ലാം പഠിച്ച് വക്കീലായിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞ് ട്രൈബൽ ഹെറിറ്റേജിനെ കുറിച്ചും ആഫ്രിക്കൻ കൾച്ചറിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ച് സെറ്റ് ചെയ്ത് ഡിഗ്രി എല്ലാം പാസ് ചെയ്ത്. എന്തിലായിരുന്നു ഡിഗ്രി എടുത്ത അദ്ദേഹം? ലോയിലായിരുന്നു അദ്ദേഹം ഡിഗ്രി കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നെൽസൺ മണ്ടേല 1918 ജൂലൈ 18 ജനിച്ചിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയിലെ തേംബ് റോയൽ ഫാമിലിയില്, അതായത് ട്രാൻസ്കി പ്രൊവിൻസസിൽ പെട്ടിട്ടുള്ള തേംബ് റോയൽ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് റോളി ലഹള എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഫാദറിന്റെ പേര് ഗാഡ്ല ഹെൻറി മണ്ടേല, മദറിന്റെ പേര് നോസ് കെന്നി ഫന്നി. ഓക്കെ, സോ ഫണ്ണി എന്നൊക്കെ കമന്റ്. ഓക്കെ, വായിച്ചോ? സ്റ്റാൻഡിങ് ബസ് സോങ്ങോ? എനിക്കൊന്നും അറിയത്തില്ല എന്റെ കുഞ്ഞ്. കഥയൊക്കെ ഉണ്ട്, വൈക പറയാട്ടോ. മഡിബ ക്ലാൻ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇതൊരു പ്ലേസ് ഏരിയ. അതിന്റെ ഹെഡ് ആയിരുന്നു അയാളുടെ അച്ഛൻ, എന്താ പറയാ, ആ ഒരു പ്ലേസ് ഏരിയയുടെ ഹെഡ് ആയിരുന്നു ഗാഡ്ല ഹെൻറി മണ്ടേല. ഓക്കെ, അയ്യോ ഇതൊക്കെ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ, നിങ്ങൾ അങ്ങനെ എഴുതി വെക്കുന്ന ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എഴുതി വെച്ചതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ അണ്ടർലൈൻ ചെയ്തൊക്കെ എഴുതി വെച്ചു പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. എഴുതി വെക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ലായിരുന്നു. എടാ പറഞ്ഞു തരാടാ ഹർഷദേ. ഓക്കെ, പേജ് നമ്പർ ഇപ്പോഴാണോ കുട്ടി ചോദിക്കുന്നത്? ഈ പേജ് നമ്പർ ഏതാ ഒന്ന് പറഞ്ഞു നോക്കളെ. പേജ് നമ്പർ, നെൽസൺ മണ്ടേലയുടെ പേജ് നമ്പർ എന്ന് പറഞ്ഞേ 172. 172 തന്നെ പറയുന്ന നേരമായിട്ട്. കമന്റ് ബോക്സിൽ പറഞ്ഞോ ജോയൽ ജോഷുവ, അതുപോലെ തന്നെ റയാൻ യുവാൻ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. പേജ് നമ്പർ കിട്ടിയടാ, മതി കിട്ടി. ഓക്കെ, ശരി. പിന്നെ അടുത്ത് നോക്കട്ടെ. നെൽസൺ മണ്ടേല who was well aware of the need to free his people from the clutches of colonialization and racial discrimination, endeavored tirelessly for the freedom of these people and nation. അദ്ദേഹം എന്താ പറയാ, ആളുകളെ കളറിന്റെ പേരിലൊക്കെ തരംതിരിവ് ചെയ്തതും അതുപോലെ തന്നെ എന്താ ഈ ഓരോ പ്രദേശങ്ങളിൽ വന്നിട്ട് ബ്രിട്ടീഷുകാർ കോളനികളെല്ലാം സ്ഥാപിച്ചപ്പോ കറുത്ത വർഗ്ഗക്കാർക്ക് നേരിട്ടിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലെ. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരിട്ടിട്ടുണ്ട്. അവർക്ക് സിറ്റികളിൽ പോകാൻ പറ്റില്ലായിരുന്നു, എഡ്യൂക്കേഷൻ കിട്ടില്ലായിരുന്നു അല്ലെ. അവർക്ക് ആ റിസർവുകളിൽ മാത്രമേ താമസിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കറുത്ത വർഗ്ഗക്കാർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇതിനെതിരെ എല്ലാം എന്ത് ചെയ്തു? യുദ്ധം ചെയ്തിട്ടുള്ള, ബ്രിട്ടീഷുകാരുമായിട്ട് പോരാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? നെൽസൺ മണ്ടേല. എന്തിനു വേണ്ടിയിട്ടാ പോരാടിയിട്ടുള്ളത് ആൻഡ്രിയ എലിസബത്തെ? എന്തിനു വേണ്ടിയിട്ടാ നെൽസൺ മണ്ടേല പോരാടിയിട്ടുള്ളത്? അഡ്മിറ്റ് ചെയ്തോ. കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട്. കറുത്ത വർഗ്ഗക്കാർക്ക് എന്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാ? ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, കറുത്ത വർഗ്ഗക്കാർക്ക് ഫ്രീഡം കിട്ടുക എന്നുള്ളതായിരുന്നു ആരുടെ? ഈ നിറത്തിന്റെ പേരിലൊക്കെയുള്ള വിവേചനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് നെൽസൺ മണ്ടേലയുടെ ഉദ്ദേശം. ഓക്കെ, ആൻഡ് നെൽസൺ മണ്ടേല ഫൗണ്ടഡ് ദ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത്. അദ്ദേഹം എന്ത് ഫൗണ്ട് ചെയ്തു? ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. നെൽസൺ മണ്ടേല ഫൗണ്ടഡ് ദ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് ബൈ ലീഡിങ് ദ യൂത്ത്. യുവജനങ്ങൾ കേട്ടോ, അതായത് ഒരു 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരിൽ ലീഡ് ചെയ്യുന്ന ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് അദ്ദേഹം ഫൗണ്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എല്ലാം, അതായത് ഇവിടുന്ന് പെർമിഷൻ തന്നാൽ മാത്രമേ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ക്ലിയർ ചെയ്യാം.
വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫാദർ എന്നോ? നീ അത് കണ്ടില്ലേ കുഞ്ഞെ? ഫാദറിന്റെ പേര് ഗാഡ്ല ഹെൻറി മണ്ടേല, മദറിന്റെ പേര് നോസ് കെന്നി ഫാനി. ഓക്കെ. ലേറ്റർ ഹി ടുക്ക് മെമ്പർഷിപ്പ് ഇൻ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ഈ പറയുന്ന ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം എവിടെ മെമ്പർഷിപ്പ് എടുത്തു? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസില് അദ്ദേഹം മെമ്പർഷിപ്പ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തു. And the major leaders who worked along with Mandela were Walter Sisulu, Oliver Tambo, Desmond Tutu. ആരൊക്കെയാ? നല്ല ക്യൂട്ട് നെയിംസ് അല്ലേ, നോക്കൂ. ആരൊക്കെയാ? വാൾട്ടർ സിസുലു, ഒലിവർ തമ്പു ആൻഡ് ഡെസ്മോണ്ട് ടുട്ടു. ടുട്ടുവിനെ ഓർക്കണം, ടുട്ടുവിനെ മറന്നു പോരുത് കേട്ടോ. ടുട്ടു ഉണ്ട്, സിസിലു ഉണ്ട്, തമ്പു ഉണ്ട്. എല്ലാരും ഓർത്തിരിക്കണം, വളരെ ഈസി നെയിംസ് ആണ് കേട്ടോ. സിസിലു, തമ്പു, ടുട്ടു, ഇത്രയെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണം. വലിയ നാഷണൽ നേതാക്കന്മാരാ. നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ ടുട്ടുമോൻ അല്ലടാ ഇത് ഡെസ്മോണ്ട് ടുട്ടു ആണ് കേട്ടോ. ഓക്കെ. ലീഗ് എന്ന് പറഞ്ഞ ലൈക്ക് എന്താ സഹീറിന് മനസ്സിലാവാത്ത പറഞ്ഞു? ഒരു ക്ലാസ് ലൈക്ക് നമ്മളിപ്പോ ഒരു ചാപ്റ്റർ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ഒരു മുക്കാഭാഗമായി ഓൾറെഡി ഇതിന്റെ സംഭവങ്ങളെല്ലാം നമ്മൾ ഒരു പകുതി വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പകുതിയിൽ നിന്ന് കേൾക്കുന്നോണ്ടായിരിക്കും മേ ബി കേട്ടോ. എന്താന്നുള്ളത് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ നെൽസൺ മണ്ടേല എന്താ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന് പറയുന്ന പാർട്ടി പോലെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ജോയൽ ജോഷുവ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ പറഞ്ഞോ. ഓക്കെ, കമന്റ് ബോക്സ് ഈസ് ദയർ ഫോർ യു. ആൻഡ്രിയ, അത് ഹിസ്റ്ററി ആയതുകൊണ്ട് ഉണ്ടാകും. ഓക്കെ. ഇന്റൻസിഫൈഡിന്റെ മീനിങ് ഞാൻ ഒരു തവണ പറഞ്ഞു കേട്ടോ നിർമ്മയെ. അതിന്റെ അളവ് കൂടി എന്നുള്ളതാണ് കേട്ടോ. എന്താ പോലെ ധ്രുവ കമന്റ് ചെയ്യാമോ? ഓക്കെ. അതായത് മാക്സിമം എഫോർട്ട് എടുത്ത് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ വൈക. ഓക്കെ. അപ്പോ നെൽസൺ മണ്ടേല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് ഫൗണ്ട് ചെയ്തു. ആരാ അത് നയിച്ചിരുന്ന? യൂത്ത് ആണ് കേട്ടോ, യൂത്ത്. ഓക്കെ. ഏകദേശം 30 വർഷത്തോളം ആണെന്ന് തോന്നുന്നു. 30 വർഷം ജയിലിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എവിടെ മെമ്പർഷിപ്പ് എടുത്തു? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസില് അദ്ദേഹം മെമ്പർഷിപ്പ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഈ മണ്ടേലയുടെ ഒപ്പം തന്നെ, നെൽസൺ മണ്ടേലയുടെ ഒപ്പം തന്നെ കുറച്ച് മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ അത്? വാൾട്ടർ സിസിലു, ഒലിവർ തമ്പു, അതുപോലെ എന്നതാ ഡെസ്മോണ്ട് ടുട്ടു. ഓക്കെ. അതൊരു കൊളോണൈസേഷൻ ലൈക്ക് എന്താന്ന് പറയോ, നമ്മളിപ്പോ ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ട് അവരെ കോളനികളൊക്കെ ഇവിടെ സ്ഥാപിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? അതായത് അവർക്ക് ഇപ്പൊ ഗോൾഡ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മൈൻ ചെയ്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രദേശങ്ങൾ അവർ കൈക്കലാക്കിയിട്ട് അവർ കോളനികൾ അവിടെ സ്ഥാപിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൊളോണലൈസേഷൻ എന്ന് പറയുക കേട്ടോ. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് ആഫ്രിക്കൻ ഏരിയാസിലൊക്കെ അവര് കോളനീസ് സ്ഥാപിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ്, സിൽവർ പോലെയുള്ള സാധനങ്ങളൊക്കെ വേർതിരിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ കേട്ടോ? മനസ്സിലായോ? ഓക്കേടാ. ടീച്ചേഴ്സ് ആ നോട്ട് ചെക്കിങ്ങിനുള്ള പിള്ളേരുടെ പേരൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടേരും കേട്ടോ. ഓക്കെ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ എല്ലാരും. ഇനിയും എഴുതാനോ അണ്ടർലൈൻ ചെയ്യാനോ ഉള്ളവരെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ അല്ലേ? ഡൺ. എന്താണ് നദാനിയ ഇത്? എന്താ സാധനം? ചിരിച്ചു കാണിക്കരുത്. ഹിസ്റ്ററി ആണ്, കുറച്ച് ടഫ് ആയിരിക്കും. ഇത് നമ്മൾ തലയിലോട്ട് കേറണം. കഴിഞ്ഞ തവണയൊന്നും 7ാം ക്ലാസ്സിൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നില്ല. ഈ വർഷം, കഴിഞ്ഞ വർഷം സിലബസ് മാറിയപ്പോ കയറി വന്നതാ. എനിക്ക് അത്ര ഒന്നും ഇല്ലായിരുന്നു ഇതിനകത്ത്. കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് കയറി വന്നത്. അതൊക്കെ ഇപ്പഴേ പഠിക്കണം. അന്നേരം 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഈസിയാവും. അന്നേരം ഈ സാധനങ്ങൾ മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. 9ലും 10ലൊക്കെ ഇതേ ഉള്ളൂ. അപ്പൊ ഭയങ്കര ഈസിയാണ്. ഓക്കെ. അടുത്ത നോക്കിക്കേ. ഇതാണ് നമ്മുടെ 3 ചേട്ടന്മാർ കേട്ടോ. നമ്മുടെ സിസിലും തമ്പും ടുട്ടുവിനെയൊക്കെ നോക്ക്, എന്ത് ക്യൂട്ടാന്ന് നോക്ക് അല്ലേ? യെസ്, വാൾട്ടർ സിസിലു, ഒലിവർ തമ്പു ആൻഡ് ഡെസ്മോണ്ട് ടുട്ടു. ഓക്കെ.
ആ നിവേദ്യ വേഗം പോയിട്ട് കണ്ണാടി നോക്കി നോക്കൂ കേട്ടോ, കാണും അതിന്. ടുട്ടു ആൻഡ് തമ്പു ഓൾമോസ്റ്റ് ലുക്ക് സെയിം ആണ് അല്ലേ? ചേട്ടനോ അനിയനോ വല്ല ഒക്കെ ആയിരിക്കും ഇടാ. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ. ഇനി എന്താ അപ്പാത്തേഡ്? എന്തായിരിക്കും അപ്പാത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പാത്തേഡ് എന്താണ്? ആണല്ലേ അദ്വൈതേ, നിന്റെ അത്ര ആയിരിക്കില്ലടാ. ആണ് നമ്മുടെ നന്ദകിഷോറിന്റെ വീട്ടിൽ വിളിക്കുന്നത് ടുട്ടു എന്നാണ്. കുട്ടു ആണോ ടുട്ടു ആണോ? കുട്ടു. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അപ്പാത്തേഡ് എന്ന് വെച്ചാൽ എന്താ? വർണ്ണ വിവേചനം, കളറിന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് കേട്ടോ. ഇതവിടെ സൈഡിൽ എഴുതി വെച്ച്. ഓക്കെ, അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്, കളറിന്റെ പേരിലുള്ള എന്ത്? എന്നാ കട്ടാന്നോ? ആർക്കാ ഉദ്ദേശിച്ചത്? ഈശ്വര, അത് ശ്രീലക്ഷ്മി പാടി കറക്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരുടെയും പേര് ക്യൂട്ടാണ്, ബട്ട് പിക്കി ഈസ് വെരി ഡേഞ്ചർ എന്നോ? പാവങ്ങളാണ് അവര്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ആൾക്കാരാണ്. ഏതെടുത്തിട്ടില്ല എന്ന് ചെല്ല? സ്കൂളിലായിരിക്കും. ഇവിടുത്തെ കാര്യം അങ്ങനെ അല്ലാണ്ട് സ്കൂൾ ബേസിൽ നോക്കുക വേണ്ട. ഓക്കെ മാളവിക, യെസ്. ഇപ്പൊ നോക്കി, അപ്പാർത്തൈഡ് എന്താണ്? ദ സോഷ്യൽ ഓർഡർ ദാറ്റ് ഡിസ്ക്രിമിനേറ്റഡ് ദ ബ്ലാക്സ് റേഷ്യലി ആൻഡ് എക്കണോമിക്കലി known as apartheid, due to which the whites in South Africa got high consideration. ഇതൊന്ന് എഴുതി വെച്ചേ മക്കളെ, ആദ്യത്തെ സെന്റൻസ് എഴുതി വെച്ചേ. അതായത് അപ്പാർത്തൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? ആളുകളെ കളറിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം ചെയ്യുക എന്നുള്ളതാണ്. കറുത്ത വർഗ്ഗക്കാർക്ക് ആ സൗത്ത് ആഫ്രിക്കയിൽ എന്തില്ലായിരുന്നു? അവർക്ക് അവകാശങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അത് കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്താ? വൈറ്റ്സിന് നോക്കുവാണെന്നുണ്ടെങ്കിൽ, വൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള കൺസിഡറേഷൻ ഒക്കെ പരിഗണനകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ദ സോഷ്യൽ ഓർഡർ ദാറ്റ് ഡിസ്ക്രിമിനേഷൻ മീൻസ് വിവേചനമാണ് കേട്ടോ. ആൻഡ് ദാറ്റ് ബ്ലാക്സ് റേഷ്യലി ആൻഡ് എക്കണോമിക്കലി ഈസ് നോൺ ആസ് അപ്പാർത്തൈഡ്. ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കളറിന്റെ പേരിലും അവരുടെ സാമ്പത്തികത്തിന്റെ പേരിലും ഒക്കെ തരം തിരിച്ച് കാണുന്ന രീതിക്കാണ് നമ്മൾ അപ്പാർത്തൈഡ് എന്ന് പറയാ. അതുപോലെ തന്നെ സമൂഹത്തിൽ ആർക്ക് പ്രാധാന്യം കൂടുതൽ ഉണ്ടായിരുന്നു? വൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ കേട്ടോ, അപ്പോ ഒന്ന് എഴുതി വെക്കണേ അത്. The National Party that came to power in 1948. നാഷണൽ പാർട്ടി എന്നാ പവർ അധികാരത്തിൽ വന്നത്? 1948 കേട്ടോ. The National Party that came to power in 1948. അത് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്താൽ മതി. അവിടെ ടീ ഇടുന്നുണ്ട്, ഇത് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്താൽ മതി. And legally enforced racial separation and discrimination and legalized the apartheid. ഇതാണ് ഈ നാഷണൽ പാർട്ടി 1948 അധികാരത്തിൽ വരികയും ലീഗലി എൻഫോഴ്സ് ചെയ്യാണ് റേഷ്യൽ സെപ്പറേഷനും ഡിസ്ക്രിമിനേഷനും ആൻഡ് ലീഗലൈസ്ഡ് അപ്പാർത്തൈഡും. ആളുകളെ കളറിന്റെ പേരിലുള്ള വിവേചനങ്ങളും കാര്യങ്ങളും ഒക്കെ ലീഗലി അവര് എന്താ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആര്? നാഷണൽ പാർട്ടി കേട്ടോ. 1948 വന്നിട്ടുള്ള നാഷണൽ പാർട്ടി എന്ത് ചെയ്തു? നാഷണൽ പാർട്ടി ആളുകളെ കളറിന്റെ പേരിലൊക്കെ തരംതിരിക്കുവാനുള്ള രീതികളെല്ലാം എന്താ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിയമങ്ങളെല്ലാം ഇറക്കിയെന്നാണ് പറയാം. ഓക്കെ കേട്ടോ. ഇനി അണ്ടർലൈൻ ചെയ്യാനുള്ളൊക്കെ എഴുതി, അണ്ടർലൈൻ ചെയ്യാനൊക്കെ ഉള്ള ചെയ്ത് എഴുതാനുള്ളൊക്കെ എഴുതിയിട്ട് വേഗം ഒന്ന് വായിച്ചു നോക്കിക്കുക എല്ലാരും. അപ്പാർത്തൈഡ് എന്ന് വരച്ച്, അപ്പാർത്തൈഡ് മീൻസ് ഒരു ആഫ്രിക്കൻ അപാരതയോ? ഒരാള് പറയുകയാണെങ്കിൽ അപ്പാർത്തൈഡിന്റെ മീനിങ് അപാരത എന്നാണെന്ന്. അപ്പൊ ടോട്ടലി നമ്മൾ പറയുമ്പോ ഒരു ആഫ്രിക്കൻ അപാരത എന്ന് പറയണം. അത് ഈ ചാപ്റ്ററിന് ഇടാൻ പറ്റിയൊരു പേരാ, ഒരു ആഫ്രിക്കൻ അപാരത. മെക്സിക്കൻ അപാരത ഒന്നും കാണില്ലായിരുന്നു സിനിമയുടെ. വേഗം ഒന്ന് വായിച്ചോ, വേഗം വായിച്ചോ. സെല്ല ക്യാമറ ഓൺ ചെയ്യാൻ കുറെ നേരമായിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്തായാലും ഇനി ക്ലാസ് തീരാനായിട്ട് ഫ്യൂ മിനിറ്റ്സേ ഉള്ളൂ. ടുട്ടുവിനെ കാണാൻ പേടിയാവുന്നു. നീ ടുട്ടുവിന്റെ മുഖത്തോട്ട് നോക്കണ്ട, ടുട്ടുവിനെ പേടിച്ചിരിക്കാൻ. പാവം ടുട്ടു, എന്തോ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരാടിയ മനുഷ്യനാത്.
അണ്ടർലൈൻ ചെയ്യാനൊക്കെ ഉള്ളത് അണ്ടർലൈൻ ചെയ്തു, എഴുതാനുള്ളതൊക്കെ എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എഴുതാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അണ്ടർലൈൻ ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? സാഫിയ മോളെ സ്പീഡപ്പ് കരോ. 8ാം ക്ലാസ്സിലോട്ടൊക്കെ ചെല്ലുമ്പോ ഹൈസ്കൂളിലേക്ക് ചെല്ലുമ്പോഴേ ടീച്ചർമാര് വേണേ എഴുതിയെടുത്തോന്നൊക്കെ പറയുള്ളൂ. ലീഗലൈസ്ഡ് മീൻസ് ലൈക്ക് എന്താ, അത് നിയമത്തിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റിക്കുന്നത്. ഇപ്പൊ നിയമവിരുദ്ധമാണ്, നിയമം ഉള്ളതാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നിയമത്തിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും നിയമമാക്കി മാറ്റി എന്നുള്ളതാണ് പറയാട്ടോ. ആർദ്ര ദൈവമേ എന്തോ അനുഭവം കാണിച്ചു വെച്ചേക്കുന്നേ, പേടിയാവുമല്ലോ. ടെക്സ്റ്റിൽ കലാവിരുദ്ധകളൊക്കെ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിയേ. ഇനി നിയമങ്ങളാണ് കേട്ടോ, ഓരോരോ നിയമങ്ങളാണ്. ഈ അപ്പാർത്തൈഡ് നിയമമാക്കാനുള്ള ഏതൊക്കെ നിയമങ്ങൾ, അപ്പാർത്തൈഡിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ നിയമങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ടെക്സ്റ്റിലുണ്ടല്ലോ, കണ്ടോ, എടുത്തോ ആ ലോകളെല്ലാം, എല്ലാവരും എടുത്തോ. ടീച്ചേഴ്സ് ആ പിള്ളേരുടെ പേരൊന്നും ഇട്ട് തരണേ. ഇന്നത്തെ ഇട്ടിട്ടുണ്ടോ എന്തോ. എടുത്തോ ആ ടെക്സ്റ്റിൽ ആ പോർഷൻ എടുത്ത് എല്ലാരും. ഞാൻ നോട്ട് ചെക്കിങ്ങിനുള്ള ആൾക്കാരുടെ പേര് വിളിക്കുകയാണ്, അവർ സ്റ്റേ ബാക്ക് ചെയ്യണം കേട്ടോ. ജീവ വി ഗണേഷ്, സൂര്യരാജ്, അർജുൻ ബിജു, ശ്രുതിക രാജേഷ്, ആമിന റസ്മിൽ, നന്ദഗോപൻ, അനു, ജുവൽ മേരി ജോബി, കിഷൻ എസ് ഷൈജു, പാർവതി. ജീവ വി ഗണേഷ്, സൂര്യരാജ്, അർജുൻ ബിജു, ശ്രുതിക രാജേഷ്, ആമിന റസ്മിൽ, നന്ദഗോപൻ, അനു, ജുവൽ മേരി ജോബി, കിഷൻ എസ് ഷൈജു, പാർവതി. ഇത്രയും പേര് ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് ചെയ്യണം കേട്ടോ. എന്നെ വരച്ചു തരട്ടേന്നോ? എന്റെ പൊന്നു കുഞ്ഞേ വേണ്ട, ആഗ്രഹമില്ലാത്തോണ്ട വേണ്ട, നീ എന്നെ വരയ്ക്കണ്ട കേട്ടോ. ആർദ്ര ഇല്ലടാ, ഇല്ലല്ലോ, ഇല്ലല്ലോ. ഒന്നുകൂടെ വിളിക്കാൻ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം കേട്ടോളൂ കേട്ടോ. ജീവ വി ഗണേഷ്, സൂര്യരാജ്, അർജുൻ ബിജു, ശ്രുതിക രാജേഷ്, ആമിന റസ്മിൽ, നന്ദഗോപൻ, അനു, ജുവൽ മേരി ജോബി, കിഷൻ എസ് ഷൈജു, പാർവതി. ഇത്രയും പേര് കേട്ടോ. യു ഹാവ് ടു സ്റ്റേ ബാക്ക് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് 3 ലോ ആദ്യം ജസ്റ്റ് ഇന്ന് പഠിച്ചിട്ട് നിർത്താം കേട്ടോ. നേറ്റീവ്സ് പാസ് ലോ ആക്ട് ഉണ്ട്, ഗ്രൂപ്പ് ഏരിയാസ് ആൻഡ് സെഗ്രേഷൻ ആക്ട് ഉണ്ട്, ആൻഡ് പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ടും ഉണ്ട്. നേറ്റീവ് പാസ് ലോ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തത് നോക്കിയിട്ട് ഈ ഒരെണ്ണം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിടാം കേട്ടോ. ഇറ്റ്സ് ലാഗിങ് എന്നല്ലേ, ആകെ 1 മണിക്കൂർ ക്ലാസ് കൊണ്ട് 1 മണിക്കൂർ പോലും ഇരിക്കാൻ പറ്റത്തുണ്ടെങ്കിൽ നീ എണ്ണത്തിന് കയറി ഇരിക്കുന്ന. ആകെ 1 മണിക്കൂർ പോലും ഇരിക്കാൻ വയ്യുന്നുണ്ടെങ്കിൽ നീ ക്ലാസ് കയറണ്ട, അതെനിക്ക് പറയാനുള്ളൂ. ആ ഒറ്റ മണിക്കൂറും കൊണ്ട് ഈ ഒരു മനുഷ്യനല്ലേ ഇവിടെ ഉള്ളൂ, അത് എത്ര എന്ന് വെച്ച് പഠിപ്പിച്ചു തീർക്കും. ഒന്ന് പറഞ്ഞു നീ അഫാനെ, നിനക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ സ്ക്രീനാണ് ലാഗ് ചെയ്യുന്നത് അല്ലേ, എന്നാലും പ്രശ്നമില്ല. ഓക്കെ, വേഗം പോയി കണ്ടോളൂ അന്നാറോസ് കേട്ടോ. ഇപ്പോ നേറ്റീവ് പാസ് ലോ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്ലാക്സ് നീഡഡ് സ്പെഷ്യൽ പാസസ് ഫോർ മൂവിങ് ഫ്രം വൺ പ്ലേസസ് ടു അനദർ. എന്താ, ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ മക്കളെ, ആ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മൂവ്മെന്റിനുള്ള അവകാശം ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അവർക്ക് എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ സ്പെഷ്യൽ ആയിട്ട് പാസ് ഒക്കെ എടുക്കണം. നമ്മൾ കൊറോണയുടെ ഒക്കെ സമയത്തുണ്ടോ, ഒരു അതിർത്തി വിട്ടിട്ട് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മള് പാസ് ഒക്കെ എഴുതി കൊടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ബ്ലാക്കുകളുടെ അവസ്ഥ, അവർക്ക് ഒരു പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാസ് ഒക്കെ മേടിച്ച് ആ പാസ് കൊണ്ട് അവർക്ക് പോയിട്ട് വരാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, നേറ്റീവ്സ് പാസ് ലോ ആക്ട്. ഓക്കെ, പാസ് വാങ്ങിച്ച് പോകേണ്ട അവസ്ഥയാണ് ആ പാവം പിള്ളേർക്ക് ഉണ്ടായിരുന്നത്, പാവപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്, പാവം പിള്ളേർക്കൊക്കെ. ഓക്കെ, എന്തായാലും ഞാൻ ഇനി ലാഗ് അടുപ്പിച്ച് കൊല്ലുന്നില്ല. ഓക്കെ, അപ്പൊ നേറ്റീവ് പാസ് ലോയും കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കേ. സാരമില്ല, ഞാൻ ഞായറാഴ്ച ക്ലാസ് എടുത്തോളാം, അതാ നല്ലത്. അല്ലാണ്ട് ഞാനെങ്ങനെ പോർഷൻ തീർക്കും, ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്. ഇവിടെ എല്ലാരും പോർഷൻ തീർത്തിരിക്കുമ്പോ നിങ്ങൾ സമ്മതിക്കാത്തോണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക ഇവിടെ, ഞാൻ മാത്രം ഇന്ന് വഴക്ക് കേട്ടോണ്ടിരിക്കും. സാറ് പോയിട്ടൊന്നും പഠിപ്പിക്കുന്നില്ലെന്നാ പറയണത്. പേടിക്കണ്ട, സാരമില്ല, ഞായറാഴ്ചക്ക് നമുക്ക് ഒത്തുകൂടാം. ഡോണ്ട് വറി. റിവിഷൻ ഒക്കെ തുടങ്ങണ്ടയോ?
അമ്മേ ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്കുള്ളതാണ്. ഒന്ന് കസേര താഴെ പോയതാ. നിങ്ങളുടെ ക്ലാസ്സിൽ എന്ന് വന്നിട്ടുണ്ട് അന്നൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ, അത് ക്ലിയർ ആക്കാം. എന്റെ ചാപ്റ്റർ ഇനിയും കിടക്കുക, ഞാൻ എങ്ങനെ തീർക്കുക എന്റെ ദേവിയേ. ആ നന്ദഗോപ പറഞ്ഞോ, കുറച്ച് സൗണ്ടിൽ പറയോ. ആ ഞാനിപ്പോ ക്ലാസ് എൻഡ് ചെയ്തിട്ട് വിളിക്കാം കേട്ടോ, അവിടെ സ്റ്റേ ബാക്ക് ചെയ്താൽ മതി. ആൽവിൻ, ആൽവിനെ എന്താ മോനെ, എന്താണാ നിനക്ക് എന്താ പറ്റിയേ? എന്റെ കൊച്ചിന് എന്താണാ പറ്റിയേ? ഭാഷ ആ ഞാൻ ഭാഷാണെന്നൊക്കെ കേൾക്കുന്നത്. പോയിട്ട് വാ ഈശ്വരാത്ത്. ഒരു കോടിയോ? 1,00,000 പോയി മേടിച്ചിട്ട് വാ കേട്ടോ. ആകെ സ്കൂളിൽ 29 പിള്ളേരെ ഉള്ളൂ, അവരെല്ലാരും ഉണ്ട്. ഓ ശരിടാ ശരിടാ, പോയി 1,00,000 രൂപയും കൊണ്ട് വാ കേട്ടോ. പാർട്ടിക്കാം പാർട്ടിക്കാം, പോയിട്ട് വാ. ഇനി വേറെ ആർക്കെങ്കിലും പാർട്ടിക്കാനുണ്ടോ? കൃഷ്ണപ്രഭ അതെന്താണെന്ന് അറിയോ, നമ്മൾ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നോ, ആ നാട്ടിലുള്ള ആൾക്കാർക്ക്, ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മൂവ്മെന്റിനുള്ള അവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അവർക്ക് ഒരു പ്രദേശത്ത് നിന്ന് വേറെ ഒരു പ്രദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് പാസ് ഒക്കെ എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് നെഗറ്റീവ് പാസ് ലോ ആക്ട്. ഓക്കെ, അപ്പൊ നോട്ട് ചെക്കിങ്ങിലുള്ള ആൾക്കാർ സ്റ്റേ ബാക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം.